നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു വളവ് തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടേണിംഗ് എടുക്കുന്ന സമയത്ത് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് തസ്ബീറാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ടേൺ എടുക്കുമ്പോൾ ചില ആൾക്കാർ ക്ലച്ച് പിടിക്കുന്നത് കാണാറുണ്ട്, ഇത് നല്ലതല്ലല്ലോ, ഇത് സ്പീഡ് കൂട്ടില്ലേ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും വാഹനം ഒരു വളവ് തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ടേണിംഗ് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, നമ്മുടെ ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻജിൻ്റെ ഡ്രൈവ്, ഗിയർ ബോക്സിൽ നിന്ന് വരുന്നൊരു ഡ്രൈവ്, അതായത് എൻജിനിൽ നിന്നും ഗിയർ ബോക്സിൽ നിന്നുമാണ് ടയറിലോട്ട് പോകുന്നത്. ശരിക്കും ടയറിനെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്, ടയർ വെറുതെ കറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് എൻജിനുമായിട്ടത് ലിങ്ക് ആയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻജിനുമായിട്ട് കോൺടാക്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട്, അതായത് നമ്മൾ ബ്രേക്ക് കൊടുക്കാതെ എൻജിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എൻജിൻ്റെ RPM താഴുന്നതിനനുസരിച്ച് വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒരു ടയർ തള്ളി വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ജസ്റ്റ് ഫോഴ്സ് ഉണ്ടാകും, ആ ഫോഴ്സിൽ ഇത് ഉരുണ്ടുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലച്ച് വെറുതെ നമ്മളൊന്ന് ചവിട്ടി കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ക്ലച്ചായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, അതായത് ക്ലച്ചായിട്ട് ഡിസെൻഗേജ് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിസെൻഗേജ് ആകുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും ഫ്രീ ആയി. ഈ വാഹനത്തിൻ്റെ ടയർ വെറുതെ ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങുന്നത് പോലെ തന്നെയുള്ള ഫീലാണ് വരുന്നത്. അന്നേരം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നല്ല സ്പീഡിലൊക്കെ വരുന്ന സമയത്താണ് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വാഹനത്തിന് സ്പീഡ് കൂടിപ്പോൾ നമുക്ക് സ്റ്റീർ ചെയ്യാൻ, അതായത് ഒരു തിരിക്കാനോ കാര്യങ്ങളൊന്നും പറ്റാതെ വരും. വാഹനം മറിയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിംഗ് ഫോഴ്സ് കൂടുതൽ വേണ്ടി വരും. ബ്രേക്കിന് തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എൻജിൻ റിലേറ്റഡ് ആയിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മൈലേജ് കിട്ടാനാണ് ചിലരെങ്കിലും ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നല്ല സ്പീഡിൽ പോയി കുറച്ച് നേരം ക്ലച്ച് ചവിട്ടി വയ്ക്കും. ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താണെന്ന് അറിയാം, എൻജിൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്, പക്ഷേ വാഹനത്തിൻ്റെ ടയർ സ്പീഡ് കറങ്ങുന്നുണ്ട്. പക്ഷേ അത് തെറ്റായൊരു ധാരണയാണ്. അതൊരു പോസിറ്റീവ് സൈഡൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ലാഭം കിട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ലാഭം കിട്ടിയാൽ പോലും അത് ബ്രേക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അവിടെ നഷ്ടം വരികയാണ്. അതായത് ബ്രേക്ക് പാഡ്, സഡനായിട്ടുള്ള ബ്രേക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നഷ്ടം വരികയാണ്. ഇനി ക്ലച്ചിന് പ്രശ്നം വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഇത് എൻഗേജ് ആകുമ്പോഴത്തേക്കും വരുന്ന വെയർ അല്ലെങ്കിൽ ആ ഒരു തേയ്മാനം, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു നഷ്ടക്കളിയാണ്, അതൊരു ലാഭമാണെന്ന് ഒരു കാരണവശാലും പറയാൻ സാധിക്കത്തില്ല. നമ്മളൊരു വളവ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് അപ്ലൈ ചെയ്തുകൊണ്ടൊരു വളവ് തിരിക്കരുത്. നമ്മളിപ്പോൾ 4th ഗിയറിൽ പോവുകയാണ്, 4th തന്നെ വളവ് തിരിഞ്ഞോട്ടെ, ഇനി സ്പീഡ് തീരെ കുറഞ്ഞ് വരികയാണെങ്കിൽ നേരെ ക്ലച്ച് ചവിട്ടി 3rd ഗിയർ ഇട്ട് അന്നേരം തന്നെ തിരിച്ചോണം. വളവ് തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.